എൻ്റെ പേര് പലോറ ബാലൻ എന്നാണ്. ഞാൻ ഈ പലോറ തറവാട്ടിലെ കുണ്ടൂർ ചാവണ്ടിയിലെ ഒരു കർമ്മിയാണ്. ഒരു 40 വർഷത്തോളമായി ഞാൻ ഈ കർമ്മം ചെയ്യുന്നു. അത് മുടങ്ങാതെ തന്നെ പോകുന്നു. ഇവിടെ ഉള്ളത് കെട്ടിയാടുന്ന കുണ്ടൂർ ചാവണ്ടി, മോന്തിക്കോലം, ചൊടക്കാരത്തി എന്നീ പറഞ്ഞ 3 തെയ്യങ്ങൾ കെട്ടിയാടുന്നത്. മോന്തിക്കോലം കിളിയാട്ടം കൂടുന്നത് രാത്രിയും, ബാക്കി 2 തെയ്യം പിറ്റന്നാൾ കഴിയുന്ന ദിവസമാണ് കെട്ടിയാടുന്നത്. ഈ ദേവിയുടെ ചരിത്രം എന്ന് പറഞ്ഞാൽ, തുളുനാട്ടിൽ നിന്നാണ് ഈ ദേവി മലനാട്ടിലേക്ക് കൈയെടുത്തത്. ഈ നാട്ടിൽ എത്തിയ ശേഷമാണ് ഈ ദേവി കുണ്ടൂർ ചാവുണ്ടി എന്ന പേര് ദേവിക്ക്. ഈ ദേവി അസുരഗണങ്ങളെ വധിക്കാനായിട്ട് പുറപ്പെട്ടൊരു ദേവി കാളിനാണ്. ശരിയായ കാളി അവതാരമാണ് ഈ ദേവി. ദാരികൻ എന്ന് പറയുന്ന ഒരു മഹാസുരൻ ഈ നാട്ടിൽ വാണിരുന്നു. ആ അസുരനെ വധിക്കണമെങ്കിൽ ഈ ദേവിക്ക് കഴിയും. അതുകൊണ്ട് ആ അസുരനെ വധിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ദേവി ഈ നാട്ടിൽ കൈയെടുത്തത്. അങ്ങനെ ഈ നാട്ടിൻ്റെ അധിപതിയായിട്ട് ഈ ദേവി ഈ നാട്ടിൽ നിലയുറച്ചു. അങ്ങനെ പള്ളിയറകളും തറവാടുകളിലും ഈ ദേവിനെ കെട്ടി ആരാധിക്കാൻ തുടങ്ങി. അങ്ങനെ ഇനി തൊട്ട് ദേവാലയം കണ്ണങ്ങാടുണ്ട്. ഈ കണ്ണങ്ങാട് ഈ ദേവിയുടെ അധിപതി ക്ഷേത്രമാണ്. അവിടെ 2 കൊല്ലം കൂടുമ്പോൾ ഒരു കളിയാട്ടത്തിൽ ഈ ദേവിനെ കെട്ടി ആടിക്കാറുണ്ട്. ഈ ദേവി കോപിയും സന്താന സൗഖ്യവും ഐശ്വര്യദേവതയും ഒക്കെ നിറഞ്ഞ ദേവിയാണ്. വിളിച്ചാൽ വെളിപ്പുറത്ത് ഈ ദേവി എത്തും. സങ്കടത്തിനും സന്തോഷത്തിനും എല്ലാം ദേവി അഴിഞ്ഞാണ്. ഈ ദാരികനെ വധിക്കണമെങ്കിൽ ഇവർക്കേ സാധിക്കും. അങ്ങനെ ഈ ദാരികനും ഭൂമിയിൽ പിടിക്കാൻ പോയ പാതാളത്തിലേക്ക് പോയി. പാതാളത്തിൽ പോയപ്പോൾ പാതാളത്തിൽ നിന്ന് ഓടി. അങ്ങനെയാണ് ഈ ദേവി പിടിച്ച് ഇയാളെ വധിക്കുന്നത്. ഈ ദാരികനെ വധിക്കുന്നത്. ദാരികനെ വധിക്കാനായിട്ട് അവതരിച്ചൊരു കാളിയാണ് ഈ ദേവി എന്ന് പറഞ്ഞാൽ. നമ്മളെ മാടായിക്കാവുണ്ട്. ഈ മാടായിക്കാവിൽ അച്ചിയായിട്ട് ബന്ധപ്പെടുന്ന ദേവിയാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് അച്ചിയായിട്ടാണ് സങ്കല്പം. അവിടെ നിന്നാണ് ഈ ദേവി ഇങ്ങോട്ട് ആഗമനം ചെയ്യുന്നത്. ഈ ദേവി എല്ലാ നാട്ടിലുമുണ്ട്. പയ്യന്നൂർ, വെടാട്ട്, കുഞ്ഞുമംഗലം, പരവന്തട്ട്, അങ്ങനെ ദേശാടനമായ ഒരു ദേവിയായത്. ഇവർ ഈ ദേവിയില്ലാത്ത സ്ഥലം ദുർലഭമാണ്. അതാണ് ഈ ദേവിക്ക് നാട്ടുപരിദേവത എന്ന പേര് വന്നില്ലേ. കുണ്ടൂർച്ചാവ് നാട്ടുപരിദേവതയാണ്. അപ്പം നാട്ടിൽ മൊത്തം ഈ അമ്മയുണ്ട്. കണ്ടാലാർക്കും ഹൃദയപതകം തന്നെയാണെന്നുള്ളിലുണ്ടാകമൂലം വർണ്ണിപ്പാൻ നിന്റെ മുഖം ഇപ്പാരിലെങ്ങാരുമുണ്ടോ വിശേഷാൽ കണ്ണമുണ്ണാത്തിനി. ഈ അമ്മയുടെ മുഖം വർണ്ണിപ്പാൻ ഈ പാരിൽ ആരുമില്ല എന്നാണ് പറയുന്നത്. അത്രയും പല പല ഭീകരരൂപത്തിലുള്ള അമ്മയെ നമിക്കാൻ നമുക്ക് എങ്ങനെ പറഞ്ഞു പോകണമെന്ന് അറിയില്ല. അങ്ങനെ അതിപതിയായ ഒരു ദേവിയാണ്. ദേശാടനം ചെയ്യുന്ന അതിഭയങ്കര ശക്തിയുള്ളൊരു ദേവിയാണ് ഈ ചാമുണ്ടി എന്ന് പറയുന്നത്. അപ്പോൾ അവതാരങ്ങളിൽ മറ്റേയാൾക്ക് എങ്ങനെ കൈമ കിട്ടാൻ വേണ്ടി എന്തെല്ലാം വേഷം കെട്ടണം, ഇയാളെ നിഗ്രഹിക്കണമെങ്കിൽ പല കളികളുണ്ടല്ലോ. അപ്പോൾ ഏതെല്ലാം വേഷം കെട്ടിയിട്ട് വേണം ഇയാളെ പിടിക്കണമെങ്കിൽ. അങ്ങനെയാണ് ഈ മോന്തിക്കോലത്തിൻ്റെ കുറച്ച് ഐതിഹ്യങ്ങളായിട്ട് വരും. അന്നത്തെ കാലഘട്ടങ്ങളിൽ ദേവി തുളുനാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ കോയിമസ്ഥാനങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ആധിപത്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ ഈ ദേവി വരുന്ന സമയത്ത് ഒരു വീട്ടിൽ അങ്ങനത്തെ വീട് നെല്ല് കുത്താൻ വേണ്ടി വേലക്കാരിയായി നിന്നു എന്ന് പറയുന്നുണ്ട്. അവതാരങ്ങൾ സാധിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് പൂർവികമാണ് പറഞ്ഞത്. അവിടെ ആ കാലഘട്ടങ്ങളിൽ ഈ ദേവി ആടെ പണിയെടുത്തു എന്നും നെല്ല് കുത്തിയെന്നും അങ്ങനെ ഓരോരോ കർമ്മങ്ങൾ ചെയ്താണ് ഈ മലനാട്ടിലേക്ക് ഇവർ 3 ആളും കൈയെടുക്കുക. ചില സ്ഥലങ്ങളിൽ ഈ മോന്തിക്കോലം കൂടാതെ കുറത്തി എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ മോന്തിക്കോലും കുറച്ചിയും തമ്മിൽ രണ്ടും ഉണ്ട് വെട്ടിപ്പുറപ്പെടുന്നത്. അവതാരമൊക്കെ പറ്റും. അപ്പോൾ ഈ ദേവി പുറപ്പെട്ട ഉടനെ മുഖം മറച്ചിട്ടാണ്. മുഖം മൂടിയുള്ള ഒരു വികൃത രൂപത്തിലാണ് ദേവി വരിക. ആ കലാശങ്ങളും കാര്യമെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ദേവിയുടെ ഈ മുഖം അഴിച്ചു മാറ്റുന്നത്. അതിനുശേഷമാണ് ഈ വന്ന ജനങ്ങൾക്കെല്ലാം ഈ അമ്മ മഞ്ഞപ്രസാദം കൊടുത്ത് അനുഗ്രഹം കൊടുക്കുന്നത്. മുടി വെക്കാണ്ട് വരും, തിരികടിക്കുന്ന അവതാരമുണ്ട്,
പിന്നെ മുടി വെച്ചത്, പിന്നെ മുഖപ്പാലകളൊക്കെ ഇങ്ങനെ അഴിഞ്ഞിട്ട് വന്നിട്ട് ചെയ്യുന്നു. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഒറ്റ അവതാരം മാത്രം ഈ കാളി. ഈ കുണ്ടൂർ ചാമുണ്ടിയുടെ ഒപ്പരം തന്നെ ഒരു തുടക്കാരി എന്ന് പറയും, കൂടില്ലോറ്. അപ്പോൾ അയാളിൻ്റെ മെയിനായ ഒരു തെയ്യാണ്. പിന്നെ മുടിയോ കാര്യമൊന്നും ഇല്ലെങ്കിലും നല്ല ഒരു തെയ്യാണ്. ഈ ചാമുണ്ടിയുടെ ഒരു ഇതിൽ പെട്ടെന്ന് തന്നെയാണ് ഈ മോന്തിക്കോലും. ഈ കൂടില്ലോറ് സഹായിയാണ് എല്ലാ കാര്യങ്ങൾക്കും. ഈ ചാമുണ്ടി എന്ന് പറഞ്ഞ അമ്മ അങ്ങനെ സഞ്ചരിച്ച് പോകണ്ട. അപ്പോൾ ഈ ആളെയാണ് പറഞ്ഞേക്കുന്നത്. ഈ വിളിച്ചെടുത്തത് എന്താ നമ്മൾ അന്വേഷിക്കാൻ അയക്കില്ലല്ലോ. അതുമാതിരി ഈ തുടക്കാരി എന്ന് പറയുന്ന ദേവീനെ പറഞ്ഞേക്കും. അസുരഗണങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ വടക്കേ ഭാഗം ഈ കോയിയറത്തെ ഗുരുശി അവരെ തൃപ്തിപ്പെടുത്തണം ദേവിക്ക്. അസുരന്മാരെ തൃപ്തിപ്പെടുത്തുമ്പോൾ അതിനാണ് ഈ ഗുരുശി കൊടുക്കും. ചോരയും കൊടുത്തിട്ട് ഭൂതഗണങ്ങൾ അവരൊക്കെ തൃപ്തിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് ദേവി. ഈ മുടിയെടുക്കാനാകുന്ന സമയത്താണ് ഈ കോയിയറവും ഈ ഗുരുശി ഏർപ്പെടും നടക്കുന്നത്. അത് കഴിഞ്ഞാൽ ദേവി പിന്നെ മാറി. മണിയാണി സമുദായമാണ്. മണിയാണി സമുദായത്തിൽ ഓരോ വീട്ടിനും ഓരോ തറവാടിനും ഓരോ പേരുകളുണ്ട്. പുതിയ തറവാട്, പലാറ തറവാട്, അടുക്കാടൻ തറവാട്, പുതിയ തറവാട്, ഇങ്ങനെ കുറേ വീടുകളിലും ദേവി എന്ന് പറഞ്ഞു. ഒരു തറവാട്ടുകാർക്കാണ് അന്നത്തെ പ്രൗഢമായ കാരണന്മാർ ആണല്ലോ. ഒരു ക്ഷേത്രത്തിലോ ഒരു പരിസരത്തോ ഈ ദേവിയെ കിട്ടിയാൽ എൻ്റെ തറവാട്ടിലും ഇങ്ങനെ ഒരു ആരാധന വേണം, ഈ ദേവിയെ കൊണ്ടാണ്. അങ്ങനെ അങ്ങനത്തെ കാരണന്മാർ കൊണ്ടുവന്ന് ജയിച്ചായി ഈ ആചാരം. അത് ഇന്നും മുടങ്ങാതെ എല്ലാ കൊല്ലവും ഇവിടെ നടക്കുന്നുണ്ട്. കൊല്ലത്തിൽ ഈ ത്രാവും 16ഉം 17ഉം ഈ ദേവിയുടെ കെട്ടി ആറാടിക്കുന്നുണ്ട്. ഈ ദൈവക്കോലം കിട്ടുന്നത് ഈ വേറെ സമുദായത്തിൽപ്പെട്ട അവരാണ് ഈ തെയ്യം കിട്ടുന്നത്. അത് എല്ലാ ആൾക്കാരും നമ്മുടെ ഈ പലവരത്തെ ഒരുപാട് കുടുംബങ്ങളുണ്ട്. അവർ അകമഴിഞ്ഞ സഹകരണത്തോടു കൂടിയാണ് ഈ കളിയാട്ടം ഇവിടെ നടന്നത്. അപ്പോൾ ഞാൻ 27ാമത്തെ വയസ്സിലാണ് ഇവിടെ ഈ കർമ്മത്തിൽ വരുന്നത്. ഇപ്പം എനിക്ക് 66ആയി. ഒരു 40 വർഷത്തോളമായി മുടങ്ങാതെ ഈ അടിയൊന്നും ചെയ്യാനുള്ള മഹാഭാഗ്യം ഈ ദേവി എനിക്ക് ഉണ്ടാക്കിയത്. ഒരുപാട് പൂർവികന്മാർ ചെയ്തതിന് ശേഷം ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയാണ്. ആ അമ്മേൻ്റെ തറവാടിലെ കാരണന്മാരുടെ കീഴിൽ കണ്ടിട്ടും പഠിച്ചിട്ടും അവർ ഉപദേശിച്ചതും അനുസരിച്ചിട്ടാണ് ഞാൻ ചെയ്തത്. പിന്നെ ഇവിടുത്തെ ഒരു സംബന്ധക്കാരൻ അതിഥിയാണ് നമ്മൾ കണ്ണങ്ങാട്ടെ, അയാൾ ശിക്ഷണത്തിലാണ് ഞാൻ വളർന്നത്. ഓർമ്മയാണ് എൻ്റെ മെയിൻ കാര്യം. ഇന്ന സ്ഥലത്ത് ഇന്ന സാധനം വെച്ചുള്ളൂ, ഇന്നത് ദേവിക്ക് ചെയ്യണം. അടിയാന്ന് പിന്നെ നിവേദ്യങ്ങളിൽ വ്യത്യാസങ്ങളുണ്ടാവും. ഇന്നലത്തെ നിവേദ്യമല്ല ഇന്ന്. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കേസല്ല. ഇതിനൊരു വാസനയും കാര്യങ്ങൾ അറിയണം. ഇത് കർമ്മങ്ങൾ കുറച്ച് അറിയണം. അത് കണ്ടിട്ടും പൂർവികന്മാരോട് ചോദിച്ചിട്ടും ഗുരുസ്ഥാനം വേണമല്ലോ, എല്ലാത്തിനും ഗുരുസ്ഥാനം ഉണ്ടല്ലോ. ഗുരുക്കന്മാരോട് ചോദിച്ച് മനസ്സിലാക്കി അവർ കാണിച്ചു തരുന്ന പ്രകാരമാണ് ഞാനിപ്പോൾ ഇത് ചെയ്തു വരുന്നത്.